സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട SSCRT ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? 118 ആണ്. 118 മൂലകങ്ങൾ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കോബാൾട്ട് 60. കോബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് യുറേനിയം 235. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് അയോഡിൻ 131. അയോഡിൻ 131 എന്തിനു വേണ്ടിയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് അയോഡിൻ 131. ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പ്രോട്ടിയം. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ? ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ ആണ്. നീൽസ് ബോർ ആണ് ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുതി ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിന് പറയുന്ന പേര്. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിന് പറയുന്ന പേരാണ് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന്. സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്ക് ആ പേര് നൽകിയത് ആരാണ്? പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്ക് ആ പേര് നൽകിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്ക് ആ പേര് നൽകിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളിൽ ചാർജ് ഇല്ലാത്തത് ഏതിനാണ്? ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളിൽ ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിന്റെ മാസ് 1.007227 AMU അറ്റോമിക് മാസ് യൂണിറ്റ്. 1.007227 AMU ആണ് പ്രോട്ടോണിന്റെ മാസ്. ന്യൂട്രോണിന്റെ മാസ് എത്രയാണ്? ന്യൂട്രോൺ 1.008666 AMU ആണ് ന്യൂട്രോണിന്റെ മാസ്. 1.008666 AMU. ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? ഇലക്ട്രോണിന്റെ മാസാണ് 0.00055 AMU. ഇലക്ട്രോണിന്റെ മാസാണ് 0.0055 AMU. അടുത്ത ചോദ്യം, ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം. ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. ഇനി ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ ആണ്. JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. പരീക്ഷണം ഏതാണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. 1906 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? എന്ത് കണ്ടുപിടുത്തത്തിനാണ്? 1906 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് JJ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിനാണ്.
1906 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ജെ തോംസനാണ്. ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിനാണ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത് റോബർട്ട് മില്ലിക്കൻ ആണ്. റോബർട്ട് മില്ലിക്കൻ ആണ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്. ഏതു പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിക്കൻ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഏത് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിക്കൻ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ആറ്റം വൈദ്യുതപരമായി ഡാഷ് ആണ്. ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഒഴികെ എല്ലാ അറ്റോമിക ന്യൂക്ലിയസുകളും ഡാഷ് ഡാഷ് ചേർന്നതാണ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നതാണ്. ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഒഴികെ എല്ലാ അറ്റോമിക ന്യൂക്ലിയസുകളും പ്രോട്ടോണും ന്യൂട്രോണുകളും ചേർന്നതാണ്. ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ നിർണ്ണയിക്കുന്നത് എന്തിന്റെ എണ്ണമാണ്? ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ നിർണ്ണയിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ നിർണ്ണയിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. പ്രോട്ടോണിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ച പരീക്ഷണം ഏതാണ്? പ്രോട്ടോണിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ച പരീക്ഷണമാണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെയാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. കണികാ ഭൗതികത്തിന്റെ അടിസ്ഥാന മാതൃകയനുസരിച്ച് കോർക്കുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഹാഡ്രോൺ ആണ് ഡാഷ്. പ്രോട്ടോൺ. കണികാ ഭൗതികത്തിന്റെ അടിസ്ഥാന മാതൃകയനുസരിച്ച് കോർക്കുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഹാഡ്രോൺ ആണ് പ്രോട്ടോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. 1935 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഏത് വർഷത്തെയാണ്? 1935 ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ജെയിംസ് ചാഡ്വിക്കിനാണ്. ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് ഏതാണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജാണ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ലഭിക്കുന്നത് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്നത് നെഗറ്റീവ് ചാർജ്. ചാർജ് ഉള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. ചാർജ് ഉള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. ഡാഷ് ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. സജാതീയ ചാർജുകൾ അടുത്തു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വികർഷിക്കുന്നു. സജാതീയ ചാർജുകൾ അടുത്തു വരുമ്പോൾ വികർഷിക്കുന്നു. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ്. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ആണ് കൂളോം. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളോം. ഒരു വസ്തുവിന്റെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു വസ്തുവിന്റെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഡിസ്ചാർജിങ് എന്നാണ്. ഡിസ്ചാർജിങ്. ഇലക്ട്രിക് ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇലക്ട്രിക് ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രിക് ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോണുകളുടെയോ സമാന ചാർജുകളുടെയോ പ്രവാഹത്തെ വിളിക്കുന്ന പേര്. ഇലക്ട്രോണുകളുടെയോ സമാന ചാർജുകളുടെയോ പ്രവാഹത്തെ വിളിക്കുന്ന പേരാണ് വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് എന്നത്. വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. വൈദ്യുതോർജ്ജത്തെ എളുപ്പത്തിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ.
വൈദ്യുതോർജ്ജത്തെ എളുപ്പത്തിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. വൈദ്യുതോർജ്ജത്തെ എളുപ്പത്തിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ്. ചാലകത തീരെ കുറഞ്ഞ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര്. ചാലകത തീരെ കുറഞ്ഞ പദാർത്ഥങ്ങളാണ് പ്രതിരോധികൾ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ്. ചാലകത തീരെ കുറഞ്ഞ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രതിരോധികൾ അഥവാ ഇൻസുലേറ്റേഴ്സ്. ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ ചാലകത വർദ്ധിക്കുന്ന പദാർത്ഥങ്ങൾ. ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ ചാലകത വർദ്ധിക്കുന്ന പദാർത്ഥങ്ങളാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ്. അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ്. ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചാലകത വർദ്ധിക്കുന്നു. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. അമ്മീറ്റർ എന്തിനുപയോഗിക്കുന്നു? ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നു. താഴ്ന്ന ഊഷ്മാവിൽ ചില പദാർത്ഥങ്ങൾ വളരെ ഉയർന്ന ചാലകത പ്രകടിപ്പിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? താഴ്ന്ന ഊഷ്മാവിൽ ചില പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ ഉയർന്ന ചാലകത പ്രകടിപ്പിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നത്. അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണ്? വളരെ താഴ്ന്ന ഊഷ്മാവിൽ ചില പദാർത്ഥങ്ങളിൽ വളരെ ഉയർന്ന ചാലകത പ്രകടിപ്പിക്കുന്നു. ഈ പ്രതിഭാസമാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് പറയുന്ന പേര്. ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? ലോഹചാലകം ഉപയോഗിച്ചിട്ട് ഒരു ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇതിനെ പറയുന്നതാണ് എർത്തിങ് എന്ന്. എർത്തിങ്. വൈദ്യുത പ്രതിരോധം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുത പ്രതിരോധം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓംമീറ്റർ. ഓംമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുത പ്രതിരോധം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓംമീറ്റർ. ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിലെ ചാർജ് ഡാഷ് ആക്കുന്നു. എന്താക്കുന്നു? പൂർണ്ണമായിട്ടും നിർവീര്യമാകുന്നു. ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിലെ ചാർജ് പൂർണ്ണമായിട്ടും നിർവീര്യമാകുന്നു. ഏത് സമയത്തും ഏത് അളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഭൂമിയെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ബാങ്ക്. ഏത് സമയത്തും ഏത് അളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഭൂമിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ബാങ്ക്. ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തിന് പറയുന്ന പേര്. ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തിന് പറയുന്ന പേരാണ് സ്ഥിത വൈദ്യുത പ്രേരണം. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. സ്ഥിത വൈദ്യുത പ്രേരണം അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഉപകരണം. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഉപകരണമാണ് ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്തിനുപയോഗിക്കുന്നു? വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആംപ്ലിഫയർ. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിന്റെ ഡാഷ് ആയിരിക്കും. വിപരീത ചാർജ് ആയിരിക്കും. ഒരു ഇലക്ട്രോസ്കോപ്പിന്റെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിന്റെ വിപരീത ചാർജ് ആയിരിക്കും. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് വൈദ്യുതി ചാർജ് സംഭരിച്ചു വെക്കുവാൻ കഴിയുന്ന സംവിധാനം.
വൈദ്യുതി ചാർജ് സംഭരിച്ചു വെക്കുവാൻ കഴിയുന്ന സംവിധാനമാണ് കപ്പാസിറ്റർ. വൈദ്യുതി ചാർജ് എന്ത് ചെയ്യുന്നു? സംഭരിച്ചു വെക്കുന്നു. എന്ത്? കപ്പാസിറ്റർ. നമ്മൾ നോക്കിയ 50 ചോദ്യങ്ങളും SCERT പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്